ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു തമാശ കാണിച്ചു തരാം. എന്താ തമാശ? കണ്ടോളൂ. ഞാൻ വണ്ടി എടുക്കാം. നിക്ക്, എന്റെ ചെരുപ്പ് മുഴുവൻ അഴുക്കായി. ഒന്ന് കഴുകി തരാവോ? പിന്നെ അങ്ങോട്ട് കയറി നിക്ക്. അല്ല, ഇതൊരു ഡാൻസ് സ്കൂളാണ്. ഞാൻ അങ്ങോട്ട് കയറി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ നിന്നോളാം. ശരിയും ശരിയുടെ ഒക്കെ തീരുമാനിക്കുന്ന ഞങ്ങളല്ലേ? അങ്ങോട്ട് കയറിയിരിക്കും പ്രതാപേട്ട. ഞാൻ അങ്ങോട്ട് കയറിയിരിക്കണമെന്ന് ഊർമിളയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? അല്ല, നമ്മുടെ പ്രതാപൻ സാറല്ലേ നിക്കുന്നേ? സാറോ? എന്താ, വിദ്യാഭ്യാസവും ഒത്തിരി വിവരമുള്ള ആളെ സാറെന്ന് വിളിച്ചൂടെ? മാത്രമല്ല, പ്രതാപൻ സാറ് പത്മയുടെ അച്ഛന്റെ PA കൂടിയല്ലേ? നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ടീച്ചർ. നമസ്കാരം സർ. ഞാൻ പ്രതാപേട്ടനെ അകത്തോട്ടിരിക്കാൻ വിളിച്ചതാ, പക്ഷെ വന്നില്ല. വിളിക്കേണ്ടത് നമ്മുടെ മര്യാദ. ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഡാൻസ് സ്കൂൾ ആയതുകൊണ്ടാ അകത്തേക്ക് വരാതിരുന്നത്. അത് പ്രതാപൻ സാറിന്റെ മര്യാദ. ഇതെന്താ, ഇന്നു മുതല് പത്മാവതിയുടെ ബോഡി ഗാർഡിന്റെ ചുമതലയങ്ങ് ഏറ്റെടുത്തോ? എനിക്ക് ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ എന്റെ ഡ്രൈവറാ. അല്ല, പ്രതാപൻ സാറ് ജോലി തേടി എങ്ങോട്ടോ പോയെന്നൊക്കെ കേട്ടല്ലോ. അത് നേരാണോ? പോയത് സത്യം തന്നെയാ. പക്ഷെ ഉള്ളത് പറയാനല്ലോ, ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോയുള്ളൂ. മഹാദേവ വർമ്മ സാറിന് വിട്ടുപോകാൻ എനിക്ക് മനസ്സൊന്നുമില്ല. കാര്യം അതൊന്നും അല്ല ടീച്ചറെ. ഓസിന് 4 നേരം ആഹാരം, സുഖ ഉറക്കം, രാജകീയ സൗകര്യങ്ങള്, ഇതൊക്കെ വിട്ട് ആരെങ്കിലും ജോലിക്ക് പോവോ? തത്തൈതാഹ ദിത്തൈതാഹ 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 തത്തൈതാഹ ദിത്തൈതാഹ. എന്താ ടീച്ചർ ടെൻഷൻ പോലെ? ഇവള് സൂര്യമംഗലത്തെ കൊച്ചു തമ്പുരാട്ടിയല്ലേ, വെറുപ്പിക്കാനും പറ്റത്തില്ല. അവരുടെ സ്ഥലത്താ ഈ സ്കൂള് നിൽക്കുന്നത്. പിണക്കിയ നാളെ ഈ സ്കൂൾ ഉണ്ടാവത്തില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ടീച്ചറിന് എന്താ ഒരു മനപ്രയാസമൊന്ന്? പത്മയുടെ പരിഹാസം അല്പം കൂടുന്നു. ആ പ്രതാപൻ സാറിന് അങ്ങനെ കളിയാക്കിയത് ഒട്ടും ശരിയായില്ല. ഞാൻ എന്ത് പറഞ്ഞാലും യാതൊരു കൂസലും ഇല്ലാത്ത ആളാ മനുഷ്യൻ. സംശയം ഉണ്ടെങ്കില് ഈ ക്ലാസ് കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. എന്തൊരു ധിക്കാര! അതെ, നിങ്ങളാരും പോവല്ലേ? ഞാനൊരു തമാശ കാണിച്ചു തരാം. എന്താ തമാശ? കണ്ടോളൂ. ഞാൻ വണ്ടി എടുക്കാം. നിക്ക്,
ദേ എന്റെ ചെരുപ്പ് മുഴുവൻ അഴുക്കായി. ഒന്ന് കഴുകി തരാവോ? അനന്ത, ഇവിടെ വലിയ കാര്യമാ പ്രതാപേട്ടന്. മനസ്സിലാക്കട്ടെ, എനിക്കത് അനുകൂലമാവും. പ്രതാപൻ സാറിനെ ക്ഷമിക്കണം. പത്മ കാണിച്ച ഈ മര്യാദ കേട്ടിന് ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല ടീച്ചർ. പത്മ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇമ്മാതിരി കുറുമ്പും വാശിയൊക്കെ. അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. ഞാൻ അതൊക്കെ പത്മയുടെ ഓരോ കുസൃതികളായിട്ടേ കണക്കിലെടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ഓരോ ബാല്യ ചാപല്യങ്ങൾ. ഞാൻ ഇതൊക്കെ ആസ്വദിക്കാറേ ഉള്ളൂ. എന്തൊക്കെയായാലും പത്മാവതി എന്റെയും കൊച്ചു തമ്പുരാട്ടിയല്ലേ. ആ ശരി സാർ പോവല്ലേ, ഒരു 2 മിനിറ്റ് വണ്ടി എടുക്കല്ലേ. പത്മേ ഒന്നിങ്ങ് വന്നേ. എന്താ ടീച്ചറെ? എനിക്കൊരു കാര്യം പത്മയോട് പറയാനുണ്ട്. പത്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാദേവവർമ്മ സാറിന്റെ മോളാണ് പത്മാവതി. സാറിനോടുള്ള അതേ ബഹുമാനവും സ്നേഹവും പത്മയോട് ഞങ്ങൾക്കുണ്ട്. ടീച്ചർ പറഞ്ഞു വരുന്നത്? പത്മ ഇപ്പൊ പ്രതാപൻ സാറിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല. പത്മ വളരെ വളരെ ചെറുതാവുകയും പ്രതാപൻ സാർ വളരെ ഉയരങ്ങളിലേക്ക് കയറുകയും ചെയ്തു ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്. എന്ത് വിദ്യാഭ്യാസമുള്ള ആളാ പ്രതാപൻ സാറ്. അതിലുപരി ആ ചെറുപ്പക്കാരന്റെ വ്യക്തിത്വം. നാട്ടുകാർക്കൊക്കെ എന്ത് ജീവനാണ് അദ്ദേഹത്തെ. ആ ചെറുപ്പക്കാരനെയാ പത്മ ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയത്. അതൊട്ടും ശരിയായില്ല. ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും. ആ ജോലിക്ക് പോകാതെ അയാള് തിരികെ വന്നത് നിങ്ങളുടെ വീട്ടിലെ ശാപ്പാടടിക്കാനല്ല, അത് വർമ്മ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാ.